Hey guys, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ വാലന്റൈൻസ് ഡേക്ക് വേണ്ടി ഒരു വെർച്വൽ ഡേറ്റിന് റെഡി ആവുന്നതിനുള്ള ലുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒരു ഇന്ത്യൻ ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഒരു റെഡ് സാരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ സാരി. ഇതിൻ്റെ മുന്താണിക്ക് കുറച്ച് രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ ഒരു ഗോൾഡൻ ബ്ലൗസും ബാക്കിൽ റെഡ് ആട്ടോ വരുന്നത്. അപ്പോൾ ഇതിന് സാരിക്ക് മാച്ച് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് വെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ലുക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പ്രൈമറാണ് ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫേസിൽ ഇപ്പോൾ 1-2 പിമ്പിൾസ് ഉള്ളതുകൊണ്ട് ആ പിമ്പിൾസിൻ്റെ മേലിലും പിന്നെ എൻ്റെ മൂക്കിൽ, അതായത് നോസിലാണ് കുറച്ച് എനിക്ക് പ്രശ്നമുള്ളത്. പിന്നെ ചിന്നിലും ടീ സോണിലാണ് കൂടുതൽ പ്രൈമർ എനിക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്. നന്നായി ബ്ലെൻഡ് ചെയ്ത ശേഷം ഫൗണ്ടേഷൻ അപ്ലൈ ആണ്. ഇപ്പം ഞാൻ നോക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് മേക്കപ്പ് ലുക്കാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ മെബിലൈൻ്റെ ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഫേസിൽ അപ്ലൈ ചെയ്ത ശേഷം ബ്ലെൻഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഹെവി ആക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല മേക്കപ്പ്. സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫേസിൽ ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച പോലത്തെ ഒരു ലുക്ക് എനിക്ക് കിട്ടി. എന്താ പറയുക, അത്യാവശ്യം കവറേജും ഉണ്ട്, എന്നാൽ ഒത്തിരി ഓവറായിട്ട് തോന്നുന്നില്ല. അതിനുശേഷം ഐബ്രോസ് ഫില്ല് ചെയ്യാണ് ചെയ്തത്. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഐബ്രോ പെൻസിലൊക്കെ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്തു, സ്പൂലി വെച്ചിട്ട് ബ്രഷ് ചെയ്തു. അപ്പോൾ ഒരു ഈവൻനെസ് കിട്ടും സ്പൂലി കൊണ്ട് ബ്രഷ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്താ പറയുക, ഒരു റിയൽ അല്ലെങ്കിൽ ആ നാച്ചുറൽ ഫിനിഷ് കിട്ടും. പിന്നെ ഒരു ന്യൂഡായിട്ടുള്ള ഐ ഷാഡോ ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഹുദ ബ്യൂട്ടിയുടെ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു പാലറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ന്യൂഡായിട്ടുള്ള ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രൗൺ കാജലാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐ ഷാഡോ. എനിക്ക് ഒത്തിരി കണ്ണാണെങ്കിലും എടുത്ത് നിൽക്കണം എന്നില്ല. അപ്പോൾ ഒരു ബ്രൗൺ കാജൽ അപ്ലൈ ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സാരി കുറച്ച് ബ്രൈറ്റ് കളർ ആയതുകൊണ്ട് ഞാൻ മേക്കപ്പ് കുറച്ച് സട്ടിലാക്കുവാണ്. അതുകൊണ്ട് തന്നെയാണ് റെഡ് ബ്ലൗസും ഇടാത്തത്. ഈ ഒരു ബ്ലൗസ് ചൂസ് ചെയ്തതിൻ്റെ റീസണും അത് തന്നെയാണ്. എനിക്ക് കുറച്ച് അല്ലെങ്കിൽ ഒരു സട്ടിൽ ലുക്കാണ് വേണ്ടത്, പക്ഷെ കുറച്ച് രസമുള്ളത്. ആ ബ്രൗൺ കാജൽ നന്നായി ബ്ലെൻഡ് ചെയ്ത് ഞാൻ ഫിംഗർ യൂസ് ചെയ്താൽ ബ്ലെൻഡ് ചെയ്തത് കഴിഞ്ഞിട്ട് മസ്കാര അപ്ലൈ ചെയ്യുകയാണ്. യൂഷ്വലി യൂസ് ചെയ്യുന്ന മെബിലൈൻ്റെ സ്കൈ ഹൈ എന്ന് പറഞ്ഞ ബ്രാൻഡ് ആ ഒരു മസ്കാരയാണ്. പിന്നെ ഒരു പിങ്ക് ലിപ്സ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. അതും വളരെ ലൈറ്റായിട്ട്, ഒത്തിരി അങ്ങനെ എടുത്ത് നിൽക്കാത്ത പോലെയാണ്, കുറച്ച് നാച്ചുറൽ ആയിട്ടാണ് ചെയ്തത്. പിന്നെ ബ്ലഷും ഹൈലൈറ്ററും അപ്ലൈ ചെയ്തു. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു പൊട്ട് കുത്തിയിട്ടുണ്ട്. ഞാൻ യൂഷ്വലി പൊട്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഞാൻ പൊട്ടിട്ടിട്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് ഹെയർ ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹെയർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാ ബ്രഷ് ചെയ്തിടാന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. ചുമ്മാ അത് ചീവി ഒതുക്കി ബ്രഷ് ചെയ്തിട്ടിട്ടുണ്ട്, അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഹെയർ സ്റ്റൈൽ ഒന്നും തൽക്കാലത്തേക്ക് ചെയ്യുന്നില്ല. ചെറിയൊരു കുഞ്ഞ് ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു ഇയർ റിങ്സും കൂടെ ഇടുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി വൈറ്റ് സ്റ്റോൺ ഉള്ള ഒരു ഇയർ റിങ്സ് ആണ്. പിന്നെ ഒരു ഫിംഗർ റിങ്ങും ഇടുന്നുണ്ട്. അതും ഒരു വൈറ്റ് സ്റ്റോൺ ഉള്ളൊരു ഫിംഗർ റിങ് ആണ്. പിന്നെ ഒരു വാച്ചും കെട്ടുന്നുണ്ട്. ഇത്രയും മാത്രമാണ് നമ്മൾ ആക്സസറി എന്നുള്ള രീതിയിൽ ഇടുന്നത്. ഒരു വെർച്വൽ ഡേറ്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് പോകുന്ന പോലെ ഒത്തിരി ആഭരണങ്ങളൊന്നും ഇടണമെന്ന് തോന്നിയില്ല. അതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞ് ആക്സസറീസ് മാത്രമായിട്ട് ഇടുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലുക്ക്. ഈ വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾ എന്ത് ലുക്കാണ് ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, ലവ് യു.